സിൽസിലയിൽ ഹക്കായ അംഗീകരിക്കപ്പെട്ട ഷെയ്ഖുമാരിലൂടെ ഇബ്രാഹിം ദസൂഖി വരെയുള്ള ആളാണ്. ഇത് സഅദി സമ്മതിച്ചിട്ടുണ്ട് പ്രസംഗത്തിൽ. ധാരാളമാണ്. ദസൂഖി ഇമാമിന്റെ പേരിൽ ഖുർആനിൽ ഒരു ത്വരീഖത്ത് നടക്കുന്നുണ്ട്. ആ ത്വരീഖത്തിന്റെ അംഗീകരിക്കപ്പെട്ട ഖലീഫ ആ ത്വരീഖത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ മുഹമ്മദ് ഉസ്മാൻ അബ്ദുൽ അൽ ബുർഹാനി എന്ന് പറയുന്ന ഖുർആൻകാരനായ ഈ മഹാൻ ആ ത്വരീഖത്തിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടു. സഅദിയെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചു, അംഗീകരിക്കപ്പെട്ട ഖലീഫമാരിലൂടെ ഇബ്രാഹിം ദസൂഖി വരെയുള്ള പരമ്പര. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാഹു തആല ഓരോരുത്തരെ ഏൽപ്പിക്കുക നല്ലത് പറയാനും പ്രചരിപ്പിക്കാനും. അതുകൊണ്ട് ആ പേരോട് പ്രസംഗത്തിൽ ഇത്ര രൂക്ഷമായി വിമർശിച്ചിട്ടും പ്രിയപ്പെട്ട മഅദനി വീഡിയോ ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്റെ പ്രസംഗം ഉണ്ടാക്കിയതിനേക്കാൾ ചലനങ്ങൾ, ഇതുവരെ നമ്മൾ നടത്തിയ എല്ലാവിധ പ്രചരണത്തെക്കാളും കൂടുതൽ അനുകൂലമായ പ്രതിഫലനങ്ങൾ പേരോടിന്റെ ആ ഒറ്റ CD കൊണ്ടുണ്ടായിട്ടുണ്ട്. ഒക്കെ അവർ തന്നെ സമ്മതിച്ചു തരല്ലേ. എന്നിട്ട് പ്രിയപ്പെട്ട മഅദനി പറയുന്നുണ്ട്, ഇന്നും മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹുവിനെ ഒരിക്കൽ പോലും കാണാത്തവരാണ് വിമർശിക്കുന്നത്. മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹുവിനെ നേരിട്ട് കണ്ടവർ മിസ്റിലുണ്ട്. അവരെന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മഅദനി ഗംഭീരമായി മിസ്റിലെ ഏറ്റവും ഉയർന്ന റിഫാഇയ തരീഖത്തുള്ള ഇബ്രാഹിം റിഫാഇ എന്ന വലിയൊരു പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥം അദ്ദേഹം സൂചന പറഞ്ഞിരുന്നു. അതിന് കളിയാക്കി. എന്നിട്ട് ഏതോ ഒരാള്, ഇതാണോ മറുപടി പറയേണ്ടത്? ഏതോ ഒരാളല്ല, ഷെയ്ഖ് മുഖ്താർ ഒരിക്കൽ പോലും കാണാത്ത പെമ്മളിയും APയും പേരോടും ആ പറയുന്ന അദ്ദേഹം കള്ളനാണ്. ആ മുഖ്താർ റളിയല്ലാഹു ജീവിക്കുന്ന നാട്ടിലുള്ള മുഴുവൻ ഉലമാക്കളും ഇല്ലാമൻ അവല്ലഹുമുള്ള എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ അഹ്ലുകാർ, ത്വരീഖത്തിന്റെയും ഹക്കിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ വിമർശിക്കാൻ എല്ലാ കാലത്തും എല്ലാവരും ഉണ്ട്, ലോകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകൾ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടാവാം. പക്ഷെ അവിടെയുള്ള മുഴുവൻ ത്വരീഖത്തിന്റെ മശായിഖന്മാരും തവാക്കബത്തിൽ അഖ്താബു യൗമ ഇജാബതി തസാഹമത്തിൽ അംലാകു തഖ്ദുമു റൗമതി എന്ന് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ കൈമാറ്റത്തെക്കുറിച്ച് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇന്ന് മിസ്റിൽ കാണാം. ചെറിയ ഒരു വിഭാഗമൊന്നുമല്ല ഞാൻ പറയുന്നത്. അൽ ജൗഹറത്തുൽ മുളീഅ പ്രിയപ്പെട്ട മഅദനി സൂചിപ്പിച്ചു. അത് ഏതോ ഒരാൾ എന്ന് പറയണോ, ഇത് സൗദിയിലും ദുബൈയിലും അബുദാബിയിലും ഒക്കെ കിട്ടുന്ന കിതാബല്ലേ. സയ്യിദി ഇബ്രാഹിം ഖുറൈശി ദസൂഖി റളിയല്ലാഹു അൻഹു കിതാബ് അൽ ജൗഹറത്തുൽ മുളീഅ. അതിൽ കുറെ കൊല്ലം മുമ്പ് പ്രകാശിപ്പിക്കാൻ യോഗം ഉണ്ടായത് ഇബ്രാഹിം റിഫായി എന്ന റിഫായിയ തരീഖത്തിന്റെ ശൈഖിന. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു 800 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ്. ആ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തിന് മുമ്പ് എന്റെ തരീഖത്ത് മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ പ്രചരിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. വലാ തൻതഹി ദുനിയാ വലാ അയ്യാമുഹാ ഹത്താ തഉമ്മൽ മശ്രിഖൈനി തരീഖതി വഫീ അർളി സ്വീനി വശർഖി കുല്ലിഹാ ലിഅഖ്സാ ബിലാദില്ലാഹി സഹത് വിലായതി വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖറൻ വഇന്നമാ അതൽ ഇബ്നു കൈലാ യജ്ഹലൂന തരീഖതി. ഈ ബൈത്തുകളൊക്കെ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു എത്രയോ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം ദസൂഖി പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ അൽ ജൗഹറയിലുള്ള. അപ്പൊ ഇബ്രാഹിം റിഫായി ഒരു കാര്യം പറയുന്നുണ്ട്, എങ്കിൽ അദ്ദേഹത്തിന്റെ തരീഖത്ത് മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ വ്യാപിക്കുമെന്ന് പറഞ്ഞത് ഈ കാലം വരെ നടന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. എന്നാൽ അതിന് മറുപടി ആരുണ്ടാക്കി? അല്ലാഹു മറുപടി ഉണ്ടാക്കി. ഒരു കുത്തുബ് പറഞ്ഞാൽ അത് പുലരും. പേരോട് അതിനെ കുറിച്ച് പറയുന്നത് കേൾക്ക്. ഏതോ ഒരാളോ നമ്മുടെ മദ്രസയിലെ പുസ്തകത്തിൽ പോലും മഹാനായ ശൈഖ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ സംസ്ഥയുടെ മദ്രസയിൽ നാം പഠിപ്പിക്കുന്നുണ്ട്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ മഹാനായ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ് അദ്ദേഹം കൂടിയത് എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ധാരണ അദ്ദേഹം തിരുത്തേണ്ടതാണ്. ആദ്യമായി മഅദനിയുടെ വാചകം ഒന്ന് കേൾക്കുക. ഞാൻ കൂടിയത് കർത്താവിന്റെ കൂടല്ല, ഞാൻ കൂടിയത് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയാണ്. ഞാൻ കൂടിയത് മഹാനായ ശൈഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെയാണ്. എന്നെ കാണിക്കുന്നത് റിഫാഇ തരീഖത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശൈഖുമാരിൽ മഹാന്മാരായ മശായിഖുമാരിൽ ഒരാളായ ഇബ്രാഹിം റിഫാഇ എന്ന മഹാനായ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥമായ അൽ ജൗഹറത്തുൽ മുളീഅ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് എഴുതിയ പുസ്തകത്തിന്റെ കിതാബിന്റെ ഇവിടെ ഇരിക്കുന്ന എന്റെ കയ്യിൽ ഏതാനും ദിവസം മുമ്പ് കാണാതെ കൊണ്ടുള്ള പുസ്തകത്തിന്റെ ആമുഖത്തിൽ മഹാനായ ശൈഖ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് കാലം പുരുഷനാണെന്നും അദ്ദേഹം വലിയാണെന്നും അദ്ദേഹം മഹാനാണെന്നും അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുവാനാകട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം എഴുതുന്നത്.
അംഗീകരിക്കാൻ ലോകത്തുള്ള ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാനായ ആള്, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം മഹാനായ ഇബ്രാഹിമിനെ കുറിച്ച് ബന്ധപ്പെടുമ്പോൾ ഷെയ്ഖുമാറിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്നതില്ലെങ്കിൽ ആ ഷെയ്ഖുമാറിന്റെ കാണിക്കുന്ന ഉന്നതമായ വഴിയെ അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ ഗാംഭീര്യത്തിലും ലോകത്തിന്റെ മുന്നിലെത്തിക്കുന്ന മഹാനായ എങ്ങനെ പ്രതിപുരുഷനാകാതെയും കക്കാട് മുഹമ്മദ് ഫൈസി അദ്ദേഹത്തിന് ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള് ഷെയ്ഖ് ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബർക്കത്ത് കൊണ്ട് തവസ്സുൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഷെയ്ഖ് ഉസ്മാൻ ഇബ്രാഹിം ദസൂഖിയുടെ പ്രതിപുരുഷനാണ്. ഇബ്രാഹിം ദസൂഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിപുരുഷനാണ്. ഇത് തെളിവാണ്? തെളിവല്ല. കാണാത്ത കേൾക്കാത്ത പേരോട് പറയുന്നതാണ് തെളിവ്. മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുകയും ബന്ധപ്പെടുകയും അദ്ദേഹം ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കുകയും ചെയ്യുന്ന റിഫാഇയ തരീഖത്തുള്ള ഇബ്രാഹിം റിഫാഇ എന്ന മിസ്റിലെ വലിയൊരു പണ്ഡിതൻ കണ്ട ആളാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഈ ഒരൊറ്റ ഭാഗം മഅദനിയുടേത് പേരോട് പ്രചരിക്കാൻ ഇടവരുത്തിയതിന് നന്ദി പറയുന്നു. തിരിയുന്നവർക്ക് അത് മതിയല്ലോ കാര്യം മനസ്സിലാക്കാൻ. എന്നിട്ട് ഏതോ ഒരാള് എന്നിട്ട് മുഹമ്മദ് ഉസ്മാന്റെ ബർക്കത്ത് കൊണ്ട് എന്ന് ദ്വാരെന്നത് കൊണ്ടല്ല, അങ്ങനെയല്ല, അതൊക്കെ മഅദനിയുടെ വാക്ക് തന്നെ പേരോട് കേൾപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ടുണ്ട് അങ്ങനെ ഒരു പറയല്. ഇബ്രാഹിം റിഫായി എഴുതുന്നത് വയൗമം മിനൽ അയ്യാമി أذن فجر جديد وبزغ نجم مضيء ملأ الأرجاء عطرا وطيبا وأسلم على يديه النصارى واليهود وأذعن له كل حبيب وأنذره كل مريض في نفسه حقود وهذا من علامات أهل الحق أصاب المعاينة والشهود. എന്തൊക്കെയാണ് പറയുന്നത്? യഹൂദികളും നസാറാക്കളും കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരനായ ഭൂതലമായ അള്ളാഹുവിന്റെ നൂറാനിയത്ത് എന്ന പ്രകാശത്തെ പ്രചരിപ്പിച്ച ഈമാൻ കൽബിലുള്ളവരൊക്കെ മഹബത്ത് ചെയ്യുന്ന, എന്നാൽ നിഫാഖും ഹസദും ഉള്ളവരൊക്കെ വിമർശിക്കുന്ന ഒരു വലിയ മഹാത്മാവിതാ പ്രത്യക്ഷപ്പെട്ടു. ആരാണത്? റാലിക്കൻ നജ്മു ഹുവൽ ഇമാം അഷ്ശൈഖ് മുഹമ്മദ് ഉസ്മാൻ അബ്ദുൽ ബുർഹാനി എന്ന മഹാൻ വന്നു. الذي تحقق على يديه كلام سيدي إبراهيم الدسوقي. ഇബ്രാഹിം ഉദ്ദസൂഖി പറഞ്ഞ വാക്ക് സാക്ഷാത്കരിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ കയ്യിലൂടെ. وفي أرض الصين والشرق كلها لأقصى بلاد الله صحت بلايتي. എന്നിട്ട് 2-3 പേജിൽ അദ്ദേഹത്തിന്റെ മദ്ഹ് പറയാണ്. ഇതാരെ പറയുന്നത്? മുഹമ്മദ് ഉസ്മാനെ നേരിട്ട് കാണുകയും സഹവസിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കാണുകയും മുരീദന്മാരെ ബന്ധപ്പെടുകയും ചെയ്ത ആള്. അതോ അദ്ദേഹം മുഖ്താറിന്റെ ആളല്ല, മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ച ആളല്ല, റിഫാഇയ തരീഖത്തിന്റെ ആളാണ്. വശൈഖ് മുഹമ്മദ് ഉസ്മാൻ അബ്ദുൽ ബുർഹാനി എന്ന ആൾ ആരാണ്? റജുലുൻ സഫത്ത് സരീറതുഹു വഅശ്റഖത് ബസീറതുഹു ബിനൂരിൽ ഹുബ്ബിൽ ഇലാഹി വസ്തൈഖവത് മശായിറുഹു വഹവാസുഹു ഫിൽ ആഫാഖി റൂഹിയ്യ വതമക്കന اليقين من قلبه واستولى النور على حواسه എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് ലോകതലങ്ങളിലുള്ള പ്രചാരങ്ങളെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹം വളർത്തിയ തരീഖത്തിന്റെ മുന്നേറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അവസാനം ഒന്ന് ദുആക്കുകയും ചെയ്തു. ആ ദുആ മാത്രമാണ് പിന്നെ പേരോട് കാണുന്നത്. അല്ലാഹുമ്മ അൻഫഅനാ ബിത്വാഹിരി അൻഫാസ് സയ്യിദി ഇബ്രാഹിം അദ്ദസൂഖി വവാരിസി ഹാലിഹി വസൂറതിഹി കാമില സയ്യിദി ശൈഖ് മുഹമ്മദ് ഉസ്മാൻ അബ്ദുൽ ബുർഹാനി വകുല്ലി മുഹിബ്ബിൻ ഇഖ്തഫാ ആഥാറുഹും ബിഹഖ്. അപ്പോൾ ഒരു രാജ്യത്ത് ജീവിച്ച ഹഖായ ഒരു ശൈഖിനെ കുറിച്ച് വേറെ ഹഖായ തരീഖത്തിലെ ഒരു പണ്ഡിതൻ പറയുന്ന ഫത്വയാണോ വലുത് തെളിവ്? അതല്ല. ഒരിക്കൽ പോലും കാണാത്ത, ടെലിഫോണിൽ പോലും സംസാരിക്കാത്ത ഈ 40 ആളുകൾ എന്ന് പറയുന്ന 40 ആളുകളൊന്നും ഇങ്ങനെ വിമർശിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഒറ്റപ്പാട് നടത്തുന്ന കുറച്ച് ആളുകളുണ്ട്. ഇനി 40 ആളുകളും കൂടി ഇന്റർവ്യൂ നടത്തിയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് അപ്പോൾ മഅദനിയുടെ ആ വാക്ക് കേട്ടാൽ തന്നെ മതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പിന്നെ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരാണ് എന്ന് ഞാൻ ഇന്ന് പറയണോ? 77ഓളം ഹഖായ ശരീഅത്ത് അംഗീകരിക്കുന്ന തരീഖത്തിന്റെ നിയമാവലികൾ അംഗീകരിക്കുന്ന ഷെയ്ഖുമാർ ഇന്ന് മിസ്റിലുണ്ട്. അവിടെ ഇസ്ലാമികമായ ഒരവസ്ഥ ഭരണകൂടത്തിൽ ഇല്ലെങ്കിലും അതിന് പണ്ഡിതന്മാർ